How is your life going on? Uncle, എന്റെ ലൈഫിൽ എന്താ? It's just awesome. സാധ്യ ഒരു 5 മിനിറ്റ്. ഹലോ, ജാനു അച്ഛനും എൻ്റെ കൂടെ കഴിച്ചോണ്ടിരിക്കുക. 5 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വിളിക്കാം. ബൈ. ഹലോ. ജാനു, അങ്കിൾ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. പഠിത്തം കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിൽ എന്നെ സഹായിക്കാന്ന് പറഞ്ഞവനാ. പറഞ്ഞിട്ടിപ്പം 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഓരോ കാരണം പറയാ. ഇഡിയറ്റ്. അഖിൽ, അങ്കിള് പറയുന്നത് കേട്ടൂടെ നിനക്ക്? പിന്നെ ജാനു, ഇന്നലെ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. കല്യാണത്തെ കുറിച്ചായിരുന്നു. ഹി വാണ്ട്സ് ടു ടോക്ക് ടു അബൌട്ട് യുവർ മാരേജ്. അങ്കിൾ, അതിനെന്താ, ഞാൻ റെഡിയാ. അഖിലിന് ഓക്കെ ആണെങ്കിൽ ഉടനെ തന്നെ കല്യാണം നടത്താം. കല്യാണം കഴിക്കാൻ ഞാനും റെഡിയാ, താലി കെട്ടാൻ അവനും റെഡിയാ. വാട്ട്സ് അഖിൽ? അങ്കിൾ, ഈ അഖിൽ എന്താ കാണിക്കുന്നെന്ന് നോക്ക്. എന്താടാ? ജാമു കഴിക്കുന്ന ഷുഗർ. എന്നോടവൻ കളിക്കാൻ നോക്കുന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. സാഹിതി, ഞാൻ ജാനുവിന്റെ ഡാഡിന്റെ കൂടെയാ. നീ എന്തിനെങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്? അഖിൽ, 5 മിനിറ്റിൽ വിളിക്കാന്നാ നീ എന്നോട് പറഞ്ഞത്. നീ വിളിച്ചില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. ഓ സോറി, ഞാൻ മറന്നുപോയി. ജാനുവിന്റെ കൂടെയാണല്ലോ അല്ലേ? ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? സാഹിതി, ആർ യു മാഡ്? എന്തിനെങ്ങനെ സൈക്കോ പോലെ ഓ, സംസാരിക്കുന്നത്? ഞാൻ സൈക്കോയാണോ? ഞാൻ മാഡാണോ? ശരി അഖിൽ, വെറുതെ എന്തിനാ നീ റിസ്ക് എടുക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, ഇനി നീ എന്നെ വിളിക്കരുത്, ഞാനും നിന്നെ വിളിക്കില്ല. ഓക്കെ ആണോ? ടേക്ക് കെയർ, എൻജോയ് വിത്ത് യുവർ ഗേൾ ഫ്രണ്ട്. God bless you, Janu. ഞാൻ പോയിട്ട് വരാം അങ്കിൾ. Have a safe journey. I'll miss you, uncle. I too miss you. അങ്കിൾ എന്നെ കാണാൻ വരണം കേട്ടോ. 100%. താങ്ക് യു. അഖിൽ, ഇവളെ കൊണ്ടുപോയി എയർപോർട്ടിൽ വിട്ടിട്ട് വാ. സൂക്ഷിച്ചു പോണം. ചെറുപ്പം മുതലേ തന്നെ ജാനുവിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഞാനുമായിട്ടാ. സ്റ്റഡി ഹോളിഡേസിൽ എന്നെ കാണാൻ വേണ്ടി അവൾ അബ്രോഡിൽ നിന്ന് വന്നത്. എന്നെ കാണുമ്പോൾ ഏറ്റവും സന്തോഷപ്പെടുന്നത് ജാനു. ജാനുവിനെ കണ്ടാലേ ദേഷ്യം വരുന്നവൾ സാഹിതി. ഇവരെ രണ്ടുപേരെയും സഹിക്കുന്നവൻ ഞാൻ. ആ സമയത്താണ് സാഹിതി. അഖിൽ, അഖിൽ, I love you, അഖിൽ. എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ആക്ച്വലി എനിക്ക് നീ ജാനുവിനെ വിട്ട് വരുവോ ഇല്ലയോന്ന് ഭയങ്കര ടെൻഷനായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നീ വന്നല്ലോ. ഐ എം സോ ഹാപ്പി. നിനക്ക് ഇഷ്ടപ്പെടാനും പെർമിഷൻ തന്ന ആരാടി? അഖിൽ, സൈക്കോയാണോ നീ? സൈക്കോ ഞാനല്ല, നീയാ. ജാനു ജാനു ജാനു, അവളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിരിക്കുന്നത്? അവൾ എന്ത് തെറ്റ ചെയ്തേ?
നിനക്ക് ഫ്രണ്ട്ഷിപ്പിനും ലവിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നേ. അപ്പൊ അവളെ സ്വീകരിക്കുന്നത് തെറ്റാണോ? ഇതെങ്ങോട്ട് നോക്കിയേ. അവള് നിന്നെ മനസ്സിലാക്കുന്നത് പോലെ നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നീ എന്റെ ലൈഫ് ലോങ് മൊത്തം എന്റെ കൂടെ ഉണ്ടാവേണ്ട ആളാ. നീ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീയാണോ ഞാൻ ലവ് ചെയ്ത സാഹിത്യം എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നെ വട്ടുപിടിക്കുക. അല്ല, നീ എന്റെ അഖിലല്ല. അവള് നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപാട് മാറ്റിയിരിക്കുന്നു. അതാ ശരി, നീ അവളോടൊപ്പം ഉള്ളത് നല്ലത്. എന്നെ കൺവിൻസ് ചെയ്തതിനേക്കാളും നിനക്ക് അവളോടൊപ്പം ഉള്ള കൺസേൺ ആണ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇതിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. Enough, Akhil. Let's break up. Break up. നോക്ക്, വിട്ടിട്ട് പോകുന്ന കാര്യം പറയരുത്. നിന്നെ ഇട്ടേച്ച് പോകാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. നോക്ക്, നിനക്ക് വഴക്കുണ്ടാക്കലും ഒടുക്കത്തെ ഡൗട്ടും. എനിക്കാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച കുട്ടികളോടൊത്ത് ജീവിക്കണം എന്നുള്ള സ്വപ്നവും. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഹേയ്, അതൊക്കെ പോട്ടെ, നാളെ തന്നെ വേണം കല്യാണം കഴിക്കാം. അപ്പോഴെങ്കിലും നിനക്ക് എന്നിലുള്ള ഡൗട്ടൊന്ന് മാറുമെന്നറിയാലോ. നാളെ തന്നെ നമ്മുടെ കല്യാണം. മിസ് ചെയ്തോ വരണം. I'm sorry. Sahiti! Guess what? I'm in Bangalore! സാഹിതി എന്താ പറ്റിയേ? നിനക്ക് എങ്ങനെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും? ആരുടെ കൂടെയെങ്കിലും ക്ലോസ് ആയി മൂവ് ആയെന്ന് വെച്ച് അവൻ ഡൈവേർട്ട് ആയെന്നാണോ അർത്ഥം? ഇല്ലല്ലോ, നിനക്കറിയില്ല. അവൻ എന്റെ അഖിലല്ല. ഹീസ് കംപ്ലീറ്റ്ലി ഡൈവേർട്ടഡ്. അതെയോ? നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കല്യാണത്തിന് ഒരു ചെറിയ പോസ് വെക്ക്. നീ കുറച്ച് ദിവസത്തേക്ക് യുഎസിലേക്ക് പോയിട്ട് വാ. അവൻ എങ്ങനെയുള്ളവനാന്ന് ഞാൻ നിനക്ക് പ്രൂവ് ചെയ്യാം. മതി അഖിൽ, എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും ഡിഫറൻസസ് നീ ക്രിയേറ്റ് ചെയ്തു. ആർക്കറിയാൻ, ഞാൻ അറിയാതെ നീ ഇനി എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? നോക്ക്, നിനക്ക് എന്നോട് അത്രമാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം എല്ലാ ഡൗട്ടും പ്രൂവ് ചെയ്യാം. നീ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ ഞാൻ നിന്നെ കല്യാണം കഴിക്കണോ അഖിൽ? കല്യാണം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? ഞാൻ എന്തിനാ ഇതൊക്കെ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നെ? സ്നേഹം സ്നേഹിക്കുന്നവരടുത്തുനിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. അതുപയോഗിച്ച് കളിക്കുന്നവരുടെ അടുത്തൊന്നല്ല. എന്തൊക്കെ കളിയാ കളിക്കുന്നെന്ന് നിനക്കറിയാം. ആരോടൊപ്പോ കളിക്കുന്നെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാ എല്ലാ തെറ്റും ഞാനാ ചെയ്തെന്നാണോ നീ പറയുന്നേ? അതൊക്കെ നീ തന്നെ പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു തവണ അനലൈസ് ചെയ്ത് നോക്കിക്കേ. സാഹിത്യ, നീ പഴയതൊക്കെ മറന്നോ? ആരും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും മാത്രം ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കണമെന്ന് നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചു. ഇന്ന് നമ്മുടെ മുന്നിൽ ആരുമില്ല.
നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതാ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. എന്നിട്ട് നിനക്കിത് സമ്മതമില്ലെന്നാണ് സാഹിത്യ പറയുന്നേ? എന്നോടുള്ള ദേഷ്യം കുറച്ചെങ്കിലും ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കല്യാണം നടക്കും. പിന്നെയുള്ള നമ്മുടെ ഈ സന്തോഷകരമായ ജീവിതത്തിൽ ഇതൊന്നും ഓർക്കുക പോലുമില്ല സാഹിത്യ. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അവസാനായിട്ട് നിന്നെ കണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. മോറോവർ, ഐ എം ലീവിംഗ് ടു യുഎസ് ടുനൈറ്റ്. ഗുഡ് ബൈ അഖിൽ. ഷോക്കിംഗ് ആയി എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നു. എന്റെ മോന്റെ ഒരു ജീവിതം. ഞാൻ തന്നെയാടാ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. നീ ജീവിതം പഠിക്കുമെന്ന് കരുതി. ഞാൻ അങ്ങനെയായിരുന്നു ജീവിതം പഠിച്ചത്. ഡാ, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടിയാ പിന്നെ ജീവിതം എങ്ങനെ പഠിക്കും? നിനക്കറിയോ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയം വേദന സഹിക്കാൻ പറ്റാതെ പിടയും. വേദനിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവനല്ല, അത് സഹിക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ കാമുകൻ. നീ ഇപ്പം അതേ അവസ്ഥയിലാണുള്ളത്. ഇതുപോലെ ഒരു സാഹചര്യം ഫേസ് ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ യു ഷുഡ് ഫീൽ റിയലി റിയലി പ്രൗഡ്. ഞാൻ എന്തിനാ ഡാഡി പ്രൗഡാവുന്നേ? അങ്ങനെ എന്ത് സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായത്? എല്ലാം നഷ്ടപ്പെട്ട അനാഥനെ പോലെ ഞാൻ ഡാഡിയുടെ മുന്നിൽ നിൽക്കുന്നേ. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നേ? എന്റെ പേര് മാത്രം അഖിൽ രാജ്. ഡാഡി ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റാ. ജീവിതം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഇതിനുശേഷം എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു എത്തും പിടിയില്ല ഡാഡ്. ഐ ആം എ ബിഗ് ലൂസർ. മോനെ, ജീവിതത്തിൽ ആരും ലൂസേഴ്സ് അല്ല. ഓരോന്നും ഓരോ പാഠങ്ങളാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കിയിട്ടില്ല. അത് നിനക്ക് മനസ്സിലാവുമ്പോൾ എല്ലാം നീ പഠിച്ചെടുക്കും. അഖിൽ, ഈ ജീവിതത്തിൻ്റെ ചെറിയൊരു സീക്രട്ട് ഞാൻ പറയാം. ഈ വരുന്ന നവംബറിൽ നിനക്ക് 27 വയസ്സ് പൂർത്തിയാവും. ഈ 27 വർഷം ഓർത്തെടുക്കാൻ നിനക്ക് 5 സെക്കൻഡ്സ് പോരെ? അപ്പോൾ ഈ കഴിഞ്ഞ 27 വർഷം ഓർത്തെടുക്കാൻ വെറും 5 സെക്കൻഡ്സ് മാത്രം മതി. പഠിക്കാനും പഠിപ്പിക്കാനും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഇതൊന്നും തന്നെ സ്ഥിരമല്ല. ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. കാലം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. ജീവിതം മനസ്സിലാക്കിയാൽ മാത്രമേ കാലത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കൂ. അഖിൽ, അടുത്തു വന്നേ. അത് കണ്ടോ? അവനും നിന്നെ പോലെയാ. ഈ ലോകം മുഴുവൻ അവന് സുന്ദരൻ എന്ന് പറഞ്ഞാലും അവനും ഉണ്ടാവും ചെറിയൊരു വിഷമം. എന്താണെന്നറിയോ? അവൻ അവനെ കാണുന്നത് താഴെയുള്ള ഈ വെള്ളത്തിലാണ്. എന്ന് വെച്ച് ഈ വെള്ളം അവന് സ്വന്തമാവണമെന്നില്ല. നീയും അതുപോലെയാണ്. നിന്റെ കാഴ്ചപ്പാടും അതുപോലെയാണ്. എടാ, ഒരു തവണ തല ഉയർത്തി നോക്ക്. നിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാവും. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ എവിടെയാണേലും കണ്ടെത്താൻ പറ്റും. ഞാൻ നിന്നെ ഉപദേശിക്കുമല്ല. നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ ഒന്ന് പരിശ്രമിച്ചു എന്ന് മാത്രം.
വാങ്ങിച്ചോ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുമോ?